നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മേഡം പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ആഹാരം വിളമ്പുന്നതിന് മുമ്പ് ദേവിക അവിടെ ഓടി വന്നിട്ടേ. കഴിച്ചോളൂ. കുട്ടനത് എടുക്കണ്ട. കുട്ടനത് എടുത്താലേ ഓരോ പപ്പടും പൊടിഞ്ഞു പോകും. മാറി ഞാൻ കൊണ്ടുപോക്കോളാം. കുട്ട ഞാൻ പറയുന്ന കേട്ടെ വിട്ടെ. താ കുട്ട എന്തേ കാണിക്കുന്നേ കുട്ട. കുട്ട ഇങ്ക് പോട്ടില്ലേ? ഇങ്ങ തന്നെ. ഇത് പോയിസൺ ആണല്ലോ. വിഷമുള്ള മരുന്നിന്റെ കുപ്പി ഇവിടെ എങ്ങനെ വന്നു? എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. കുട്ട വന്നേ. മാഡം മാഡം ഇനി ഇത് വിളമ്പരുത്. മക്കളെ ആരും ഇത് കഴിക്കരുത്. എന്താ എന്താ ദേവിക, എന്താ പറ്റിയേ? മാഡം ഈ ഭക്ഷണത്തിൽ ആരോ വിഷം ചേർത്തിട്ടുണ്ട്. വിഷോ? ദേവിക എന്താ ഈ പറയുന്നേ? എന്ത് വിഷം? ആരാ വിഷം ചേർത്തേ? ആരാ എന്താന്നൊന്നും എനിക്കറിയില്ല. മാഡം ഇത് കണ്ടോ? വിഷമുള്ള മരുന്നിന്റെ ഒഴിഞ്ഞ കുപ്പിയത്. ഈ കുപ്പി എനിക്ക് ഭക്ഷണം പാകം ചെയ്യുന്നിടത്തുനിന്ന് കിട്ടിയതാ. പ്രത്യേകിച്ച് കറികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന്. കുട്ടന്റെ കണ്ണിൽ ഇത് ആദ്യം പെട്ടത്. ഇതെങ്ങനെ അവിടെ വന്നു? അല്ല, ഈ കുപ്പി അവിടെ കണ്ടെന്ന് കരുതി ഇതിലെ മരുന്ന് അതിൽ ചേർക്കണമെന്നുണ്ടോ മേഡം? മാഡം ഇതിലെന്തോ ഒരു അപകടമുണ്ട്. അല്ല, അത് വിഷം ഏതിലാ ചേർത്തിട്ടുള്ളതെന്ന് എങ്ങനെ അറിയാ? അല്ല, വിഷം ചേർത്തെന്ന് ദേവിക ടീച്ചർ ഊഹിക്കുന്നല്ലേ മേഡം? വിഷം ചേർത്തത് ടീച്ചർ കണ്ടോ? ഇല്ലല്ലോ. വെറുതെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണം വിളമ്പാതിരുന്നാൽ ഇത്രയും ആഹാരം പാഴായി പോകില്ലേ മേഡം? ഭക്ഷണം പാഴായി പോകുന്നതല്ല കാര്യം. ദേവിക പറഞ്ഞതുപോലെ ഇതിലെന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ജീവൻ ആപത്തല്ലേ? കുട്ടികളുടെ ജീവനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വിഷം ചേർത്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയും? അതിപ്പോ എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ ഈ ഭക്ഷണം ഓരോന്നായി കഴിച്ചു നോക്കാം മാഡം. ദേവിക, നീ എന്താ ഈ പറയുന്നേ? വിഷം ചേർത്ത ഭക്ഷണം കഴിക്കേ വേണം. വിഷം ചേർത്തോ എന്നത് എന്റെ ഊഹമാണോ സത്യമാണോ എന്ന് എനിക്ക് തെളിയിക്കണം. ഞാനിത് കഴിച്ചു നോക്കാൻ പോവാ. മാഡം എന്നെ തടയണ്ട. എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ അത് എന്നെയല്ലേ ബാധിക്കും. കുട്ടികളെ രക്ഷപ്പെടുമല്ലോ. ഇത് കഴിക്കരുത്. എനിക്ക് കഴിക്കണം മാഡം. കുട്ടനൊന്ന് പിടിക്കും. എനിക്ക് വേണം. വിടുമോനെ. അമ്മ
ദേവികയ്ക്ക് എന്തെങ്കിലും കുഴപ്പം ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് രുചി വ്യത്യാസമൊന്നും തോന്നുന്നില്ല. വേറെന്തെങ്കിലും? ഏ ഒന്നും ഉണ്ടാവില്ല. വെറുതെ എന്തിനാ നീ ടെൻഷനായേ? കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് കുട്ടികൾ ആഹാരം കഴിച്ചോട്ടല്ലേ മാഡം? കഴിച്ചോട്ടെ. കഴിച്ച അയ്യോ ദേവിക, അയ്യോ അയ്യോ മലകെ 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 എനിക്ക് മലകെ മലകെ എനിക്ക് ദേവിക, മലകെ മലകെ ദേവിക, മലകെ എനിക്ക്. അയ്യോ അമ്മ ചോര. ഈശ്വര, മലകെ എനിക്ക് മലകെ മലകെ. അയ്യോ ഒന്ന് പിടിച്ച് ദേവിക പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. മലകെ. സിധു, ഒന്ന് മാറിയേ. ദേ, ഈ ഭക്ഷണം കുട്ടികൾക്ക് ആർക്കും കൊടുക്കല്ലേ. പിടിക്കേ. ഹലോ. അതെ മേഡം, മേഡം എന്ത് പണിയാണ് ഈ കാണിച്ചത്? എന്ത് വിഷമാണ് തന്നത്? ദേ, ഒന്നും അറിയാത്ത പോലെ പെരുമാറില്ല കേട്ടോ. ആ ദേവിക കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ട് വലിയ ദുരന്തമില്ലാതെ രക്ഷപ്പെട്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്ന മരുന്ന് ചേർത്ത് കൊടുത്ത ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലായേനെ. കുട്ടികളുടെ ജീവന് ആപത്ത് സംഭവിച്ചേനെ. ഷോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ അവസ്ഥ? ഇതിനെല്ലാം ഞാൻ ഉത്തരവാദി ആകുമായിരുന്നില്ലേ? അതിനിപ്പോ എന്താ സംഭവിച്ചെന്ന് പറയേ. മേഡം പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ആഹാരം വിളമ്പുന്നതിന് മുമ്പ് ദേവിക അവിടെ ഓടി വന്നിട്ടേ. അങ്ങനെ എല്ലാവരും ചേർന്ന് ദേവികയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മേഡം, എനിക്ക് വല്ലാതെ പേടിയാവുക. ഇനി ദേവികയ്ക്ക് എന്തെങ്കിലും... ഏയ്, അവൾക്കൊന്നും പറ്റില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വരുന്ന കാര്യമാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും അപകടം പറ്റിയാ ഞാനും കൂടെ കുടുങ്ങി പോവൂലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.